നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് അനവധി മേഖലയിൽ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. നന്ദിയോടെ കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. അനവധിയായ മേഖലയിൽ ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകുന്നു. എന്നിരുന്നാലും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കുടുംബത്തിൽ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ, ചില രോഗപീഠകളോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം കടന്നു വരുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ദുർബലരായിട്ട് മാറാറുണ്ട്. നമ്മൾ വളരെ വേഗം ആ മേഖലയിൽ നമ്മൾ അങ്ങോട്ട് തകർന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ധ്യാനം നടക്കുന്ന സമയം ഒരു അമ്മയും മകളും വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് അവരുടെ കുടുംബത്തിൻ്റെ ഒരു നൊമ്പരം അവർ പങ്കുവയ്ക്കുക. നമ്മുടെ ജീവിതം വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ചില നൊമ്പരങ്ങളും ചില വേദനകളും ചില പ്രശ്നങ്ങളും തകർച്ചകളും കടന്നു വരുമ്പോൾ നമ്മൾ ആ ജീവിത തകർച്ചയെ ഓർത്ത്, ജീവിത പ്രതിസന്ധിയെ ഓർത്ത് നമ്മൾ വളരെ വേഗം തളർന്നു പോവുകയോ അല്ലെങ്കിൽ ദുർബലരാകുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ എത്രമാത്രം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ ഓരോ ജീവിതവും ആ ദുർബലപ്പെടാതെ, ആ ജീവിതം തളർന്നു പോകാതെ, ആ ജീവിതം ഒരു ശക്തമായ ഒരു ജീവിതമായി മാറ്റുന്നത് ദൈവമായ കർത്താവാണ്. ഒരു പ്രതിസന്ധിയോ ഒരു തകർച്ചയോ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും ദുർബലരാക്കി മാറ്റാതെ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും, മറ്റൊരുമാക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയെ ശക്തനായ ഒരു വ്യക്തിയായി മാറ്റുന്നത്, ശക്തിയായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്, ഒരു കുടുംബത്തെ അതിശക്തമായ ഒരു കുടുംബമാക്കി മാറ്റുന്നത് ദൈവമായ കർത്താവാണ്. നമ്മൾ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു ചിന്താ വിഷയം ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മെ ഓരോ വ്യക്തിയും ശക്തനാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഇപ്പം ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖലയിൽ ശക്തി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ശക്തിയില്ലാതെ ഈ ജീവിതം വലിയ നിരാശയിൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് വിശുദ്ധ പത്രോസ്ലീഹ വഴി ദൈവമായ കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം കാണാൻ പോകുന്ന ദൈവത്തിൻ്റെ തിരുവചനം പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. ഈ തിരുവചനം നൽകുന്ന വലിയ അഭിഷേകത്തെ ഓർത്ത് നമുക്കൊരു നിമിഷം വലതുകരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് പറയാമോ? ഹല്ലേലൂയ. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 10-ാം തിരുവചനം ഒരുപാട് ഉൾക്കാഴ്ചകൾ ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭക്ഷിക്കുന്ന തിരുവചനമാണ്. ഈ വചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക: തൻ്റെ നിത്യ മഹത്വത്തിലേക്ക്. നമുക്ക് ഈ വചനത്തെ നമ്മുടെ മനസ്സോട് ഒന്ന് ചേർത്ത് വയ്ക്കാം. വചനം പറയുക, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന, ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം. ദൈവത്തെ അവിടെ വിളിക്കുന്നത് അനുഗ്രഹദാതാവായ ദൈവമെന്ന. നന്ദിയോടെ കരമുയർത്തിയെന്ന് പറയാമോ? ഹല്ലേലൂയ. ഈ അനുഗ്രഹദാതാവായ ദൈവത്തെ വചനം പരിചയപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ വചനം വീണ്ടും തുടർന്ന് ഇപ്രകാരം പറയുകയാണ്: നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 1 പത്രോസ് 5-ാമത്തെ അധ്യായം 10-ാം വചനം ഒരു നിമിഷം വലതുകരം ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കുരിശിലേക്ക് നോക്കി ഈ വചനം ഒന്ന് സ്വരമുയർത്തി എന്നോടൊപ്പം ഏറ്റു പറയാമോ? തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. നന്ദിയോടെ പറയാമോ? ഹല്ലേലൂയ. അമീനിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവമായ കർത്താവ്, പിതാവായ ദൈവം കർത്താവായ യേശുവിൽ വിളിച്ചിരിക്കുന്നത് ഏതിലേക്കാണ്? നിത്യമഹത്വത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്
ഈ ലോകം കൊണ്ട് തീർന്നു പോകുന്നതല്ല കേട്ടോ. ആ വ്യക്തിയുടെ ജീവിതം നിത്യമായ ഒരു ജീവിതമാണ്. നിത്യമായ ജീവിതത്തിലേക്കും നിത്യമായ മഹത്വത്തിലേക്കുമാണ് പിതാവായ ദൈവം യേശുവിൽ എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ വിളിച്ചിരിക്കുന്ന കർത്താവായ യേശുവിനെ കുറിച്ച് വചനം എന്താ പറയുക? ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വചനം പറയുക, ഈ നിത്യമഹത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയുന്നു. ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അനുഗ്രഹദാതാവായ ദൈവമാണ്. ആ വാക്കെന്ന് പറയാമോ? എങ്ങനെയുള്ള ദൈവമാണ്? അന്ന് സ്വരമേറ്റത് പറഞ്ഞ് എങ്ങനെയുള്ള ദൈവമാണ്? നോക്കിക്കുക, ദൈവത്തെക്കുറിച്ച് പല നിർവചനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. വചനം പല നിർവചനങ്ങൾ ദൈവത്തെക്കുറിച്ച് നൽകാറുണ്ട്. ദൈവം സ്നേഹമാണ് എന്ന് നമുക്കറിയാം. നന്ദിയോടെ കരപയത്തിൽ പറയാമോ? ഹല്ലേലൂയ. ദൈവം കരുണയുള്ള ദൈവമാണ് എന്ന് നമുക്കറിയാം. നന്ദിയോടെ കരപയത്തിൽ പറയാമോ? ഹല്ലേലൂയ. ദൈവം നല്ലവനാണ് എന്ന കാര്യം നമുക്കറിയാം. കരപയത്തിൽ പറയാമോ? ഹല്ലേലൂയ. ഇതുപോലെ വചനം അടിവരയിട്ട് പറയുന്ന കാര്യമാണ്, നമ്മുടെ ദൈവം ആരാണ്? അനുഗ്രഹദാതാവായ ദൈവമാണ്. ദൈവമായ കർത്താവിൻ്റെ പക്കൽ അനവധിയായ അനുഗ്രഹങ്ങൾ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കും ഈ അനുഗ്രഹം തരാൻ ദൈവം സന്നദ്ധനാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവിനെ തിരുവചനം ഈ ദിവസം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക അനുഗ്രഹദാതാവായ ദൈവമെന്നാണ്. എന്താ ഈ അനുഗ്രഹദാതാവായ ദൈവമെന്ന് പറയുക? ഒരു മനുഷ്യന് ആവശ്യമായ ആത്മീയമായ അഭിഷേകം, ശാരീരികമായ സൗഖ്യം, തിന്മയുടെ മേഖലയുള്ള വലിയ വിടുതൽ, ഭൗതികമായ ചില ഉയർച്ചകൾ, മാനസികമായ സമാധാനം, ഇതെല്ലാം നൽകുന്നത് അനുഗ്രഹദാതാവായ ദൈവമാണ്. ഹല്ലേലൂയ. അനുഗ്രഹദാതാവ് എന്ന് പറയുമ്പോൾ അനുഗ്രഹങ്ങൾ അനവധി കൈവശം വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, യാചിച്ചു കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് ഈ അനുഗ്രഹങ്ങളിലെ ആ ഭണ്ഡാരത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. കഴിഞ്ഞ ഏതാനും നാൾ മുമ്പ് അടിമാലി അപ്പുറം തോക്കുമാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ താബോറിൽ ഇതുപോലെ ശനിയാഴ്ചത്തെ കൺവെൻഷൻ കൂടാൻ വേണ്ടി വരികയാണ്. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ കൂടാൻ വേണ്ടി ഈ സഹോദരൻ ഈ താബോറിൽ കടന്നു വരുമ്പോൾ 2 നിയോഗമാണ് ഉള്ളത്. ദൈവമേ, എനിക്ക് പരിശുദ്ധ താബോർ മാതാവിൻ്റെ മാധ്യസ്ഥ നേടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ താബോർ മാതാവിൻ്റെ മാധ്യസ്ഥ വഴി എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടണം. അതിനുവേണ്ടി 2 നിയോഗമാണ് ആ വ്യക്തി വയ്ക്കുക. ഒന്ന്, ആ വ്യക്തിയുടെ ശാരീരികമായ 7 വർഷമായ ഒരു രോഗം അത് സുഖപ്പെടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 7 വർഷമായി ഈ വ്യക്തി ശാരീരികമായി പ്രത്യേകമായി ഈ പല ഡോക്ടർമാരെയും മാറി മാറി കണ്ടിട്ടും പല ഡോക്ടർമാരും ശാരീരികമായി ഈ രോഗത്തിന് പരിഹാരമായി പറഞ്ഞത് മരുന്ന് മാത്രമല്ല, ഒരു ഓപ്പറേഷൻ കൂടിയാണ്. പല ആശുപത്രിയും മാറി മാറി കണ്ടു. പല ഡോക്ടർമാരും പരിശോധിച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഈ ശാരീരികമായ ഈ വേദന, ഈ രോഗം മാറാൻ വേണ്ടി ഈ മരുന്നിനോടൊപ്പം തന്നെ ഒരു സർജറി ആവശ്യമാണ്, ഓപ്പറേഷനാണ് എല്ലാ ഡോക്ടർമാരും തന്നെ ഈ വ്യക്തിയോട് പറയുക. അങ്ങനെ 7 വർഷമായ ഈ ശാരീരികമായ ഈ വേദന, ദൈവമേ, എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എനിക്കൊന്ന് സുഖപ്പെട്ട് കിട്ടണം. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ എൻ്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അനുഗ്രഹദാതാവായ ദൈവമാണ്. നമ്മൾ ഈ ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചാൽ അറിയണം കേട്ടോ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ദൈവം അനുഗ്രഹദാതാവായ ദൈവമാണ്. ഹല്ലേലൂയ. സർവ്വയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കർത്താവ് എന്താക്കി മാറ്റും? ഈ അനുഗ്രഹദാതാവായ ദൈവം കുടുംബത്തെ ഒരനുഗ്രഹമായി മാറ്റും. വിശ്വസിച്ച് കരപയ്യത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ ഈ സഹോദരൻ ശനിയാഴ്ച കൺവെൻഷൻ കൂടുമ്പോൾ ഒന്നാമത് ഒരു നിയോഗം ഇതായിരുന്നു, ദൈവമേ, 7 വർഷമായി ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രോഗം ഓപ്പറേഷൻ വേണമെന്ന് വൈദ്യശാസ്ത്രം പല പ്രാവശ്യം പറഞ്ഞിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ഈ രോഗം പരിശുദ്ധ താബോർ മാതാവിൻ്റെ മധ്യസ്ഥ വഴി, ഓ ദൈവമേ, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണം. രണ്ടാമത് നിയോഗം ഇതായിരുന്നു, ഈ വ്യക്തിക്ക് അനേകം നാളുകളായി വിദേശ ജോലി, വിദേശ യാത്രാ മേഖലയിൽ വലിയ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം നാളുകളായി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വിദേശ ജോലി യാത്രയുടെ തടസ്സം മാറണം. അതോടൊപ്പം തന്നെ ഈ 7 വർഷമായ ഈ ശാരീരികമായ രോഗം മാറണം. ദൈവമേ, ഈ 2 നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ
നമ്മളറിയണം കേട്ടോ, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ഒന്ന് പറയാമോ? എങ്ങനെയുള്ള ദൈവമാണ്? അനുഗ്രഹദാതാവായ ദൈവം. ഒന്ന് നന്ദിയോടെ കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ശനിയാഴ്ചത്തെ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കുചേർന്ന്, ആ സഹോദരൻ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ആരാധന സമയത്ത് ദൈവം നൽകിയ ഒരു ദൈവികമായ സന്ദേശമായിരുന്നു. ഈ സമയം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന 4 വ്യക്തികൾക്ക് ഒന്ന് പറയാമോ? എത്ര പേർക്കാണ്? 4 വ്യക്തികൾ. നമ്മൾ അനേകർ വരുമ്പോൾ അനേക നിയോഗങ്ങളുമായി തമ്പുരാനെ നമ്മൾ സമീപിക്കുക. ഒരു വ്യക്തിയുടെ നിയോഗം ഒരു വ്യക്തിയുടെ ആവശ്യമല്ല, മറ്റൊരു വ്യക്തിയുടെ ആവശ്യം നിയോഗം. ഒരു വ്യക്തിയുടെ കണ്ണുനീരല്ല, മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീര്. അപ്പോൾ ദൈവാത്മാവ് നൽകിയ ഒരു സന്ദേശമായിരുന്നു. ആ വ്യക്തി ഇവിടെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുക ഇപ്രകാരമാണ്: ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന 4 വ്യക്തികളുടെ വിദേശ യാത്രാ മേഖലയെ ദൈവമായ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ഈ 4 പേരുടെ വിദേശ യാത്രാ മേഖലയെ ദൈവമായ കർത്താവ് സ്പർശിക്കുന്നു. ഈ തടസ്സത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു. ഈ സന്ദേശം ദൈവാത്മാവ് നൽകിക്കഴിഞ്ഞ് ഈ സന്ദേശത്തോട് കൂടി കിട്ടിയ മറ്റൊരു പ്രവചനത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു. ഈ കൺവെൻഷൻ കഴിഞ്ഞ്, ഈ ശുശ്രൂഷ കഴിഞ്ഞ് 9 ദിവസമോ അല്ലെങ്കിൽ 18 ദിവസമോ അതിനുള്ളിൽ അവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും. ഹല്ലേലൂയ. 9 അല്ലെങ്കിൽ 18 ദിവസം ഞാനും നിങ്ങളും ഈ കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കണ്ണുനീര് ഒന്ന് പറഞ്ഞ് ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളും അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിലുള്ള ചില വ്യക്തികളുടെ ചില പ്രത്യേകമായ നിയോഗങ്ങൾ അത് ദൈവം തൊട്ട് കഴിഞ്ഞു, ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടയാളമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവികമായ സന്ദേശങ്ങൾ. അപ്പോൾ ഈ തോക്കുമാറി എന്ന് വന്ന ഈ സഹോദരൻ ഈ 4 പേരുടെ വിദേശ യാത്രമേൽ തടസ്സം മാറുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് 9 ദിവസമോ അല്ലെങ്കിൽ 18 ദിവസത്തിനുള്ളിലോ ആ വ്യക്തിക്ക് വിദേശത്ത് അവർക്ക് പോകാൻ സാധിക്കും. ഈ മെസ്സേജ്, ഈ സന്ദേശം ഈ വ്യക്തി എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത് ആ വ്യക്തി പറഞ്ഞ ദൈവമേ, ആ വ്യക്തി ഉള്ളിൽ കരഞ്ഞു പറഞ്ഞ ദൈവമേ, ഈ ദൈവികമായ സന്ദേശത്തിൽ പറയുന്ന ഈ 4 പേരിൽ ഒരാൾ ഞാനാണ് കേട്ടോ. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് ആ വ്യക്തി മടങ്ങിപ്പോയി. ഈ ശുശ്രൂഷ കഴിഞ്ഞ് 12ാമത്തെ ദിവസം അനവധി നാളുകളായി ഈ വിദേശ യാത്രമേൽ തടസ്സമുണ്ടായിരുന്ന ആ വ്യക്തിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നു. ഒന്ന് കൈയടിച്ച് കത്താൻ മാത്രം കൊടുക്കാമോ? നല്ലൊരു കരഘോഷം കത്താൻ കൊടുക്കാമോ? 9 അല്ലെങ്കിൽ 18 ദിവസത്തിനുള്ളിൽ ഈ തടസ്സം മാറി ആ 4 പേര് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി അത് വിശ്വസിച്ചപ്പോൾ ആ മേഖലയിൽ ദൈവമായ കർത്താവ് ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുക. ഒന്ന് പറയണം കേട്ടോ, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അനുഗ്രഹദാതാവായ ദൈവമാണ്. ആ വാക്കൊന്നുകൂടി പറയാം, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? അനുഗ്രഹദാതാവായ ദൈവമാണ്. അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുന്ന ദൈവമാണ്. അത് കഴിഞ്ഞ് ഈ വ്യക്തി 2ാമത്തെ നിയോഗം, ആ കൺവെൻഷൻ കൂടുമ്പോൾ നിയോഗം ഇതായിരുന്നു: ദൈവമേ, 7 വർഷമായി എൻ്റെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രോഗപീഠ, ഈ വേദന, ഇത് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടണം. ഈ നിയോഗം വെച്ച് ആ ശനിയാഴ്ച ശുശ്രൂഷ കൂടി കഴിഞ്ഞു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയുക, അനവധി വർഷം, 7 വർഷമായി ഈ വ്യക്തിയുടെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരുന്ന, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ആ രോഗം പരിപൂർണമായി ഈ വ്യക്തി ഇന്ന് പടിയിറങ്ങി പോവുകയാണ്. ഒന്ന് കരം ഉയർത്തി അടിച്ച കത്താർ മാത്രം കൊടുത്തേ, നല്ലൊരു കരവർഷം കത്താർ കൊടുത്തേ. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മുടെ ദൈവം അനുഗ്രഹദാതാവായ ദൈവമാണ്. ആ വാക്കെന്ന് പറയാം, നമ്മുടെ ദൈവം ഒന്നുകൂടി സ്വരം ഉയർത്തി, നമ്മുടെ ദൈവം നമ്മുടെ ദൈവം അനുഗ്രഹദാതാവായ ദൈവമാണ്. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ ഓരോ വേദനയിലേക്ക്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക് ഈ ദൈവമായ കർത്താവ് കടന്നു വരും കേട്ടോ. ഈ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എന്നാലും ദൈവം അനുഗ്രഹദാതാവാണ് എങ്കിലും ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ചില തകർച്ചകളും ചില പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു വശത്ത് അനുഗ്രഹിക്കുമ്പോഴും ദൈവം ഒരു വശത്ത് ഒരു വ്യക്തിക്ക് തകർച്ചകളും ചില പരാജയങ്ങളും ചില സഹനങ്ങളും ഇതെല്ലാം നൽകും. ഇത് നൽകുന്നത് എന്തിനു വേണ്ടിയാ?
ഈ വ്യക്തി ദൈവത്തിൽ എന്തുമാത്രം ആശ്രയിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വചനത്തിൻ്റെ പ്രിയമുള്ള 2-ാം ഭാഗത്ത് വചനം പറയുകയാണ്, നിങ്ങളെ അല്പകാലത്തെ, ആ വാക്കെന്ന് പറയാം, നിങ്ങളെ അല്പകാലത്തെ എന്താണ്? സഹനത്തിന് ശേഷം. ആ വാക്കെന്ന് പറയാമോ? എന്താണ്? സഹനങ്ങൾ വന്നുകൊണ്ടിരിക്കും, ജീവിത തകർച്ച വന്നുകൊണ്ടിരിക്കും, കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, ജീവിതത്തിൽ ചില തടസ്സ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കും, നമുക്ക് ശരീരമുള്ളതുകൊണ്ട് ശാരീരികമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയാം, മക്കളെ, ഇത് അല്പകാലത്തേക്കുള്ള ഒരു സഹനമാണ്. ഹല്ലേലൂയ. ഇന്ന് അല്പകാലത്തേക്ക് ദൈവം നൽകുന്ന ഒരു സഹനമാണ്. അപ്പം ഈ സഹനത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് ദൈവമായ കർത്താവ് വന്ന് ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെ എന്താക്കി മാറ്റിയും വചനം പറയുന്നു, ആ വ്യക്തിയെ അല്പകാലത്തെ സഹനത്തിന് ശേഷം ദൈവമായ കർത്താവ് ഒന്നാമതായി പൂർണ്ണരാക്കി മാറ്റിയും. 2, കർത്താവ് അവരെ സ്ഥിരീകരിക്കും. 3, ദൈവമായ കർത്താവ് അവരെ ശക്തരാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ വീണ്ടു പോകാതെ, നമ്മൾ ദുർബലരാകാതെ, അസ്വസ്ഥപ്പെട്ടു പോകുന്നവരാകാതെ ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ശക്തനാക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് തിരിച്ചറിയണം കേട്ടോ. ഈ ദൈവമായ കർത്താവായ യേശുവാണ്. ഈ വചനം വീണ്ടും പറയുന്നുണ്ട്. വചനം വീണ്ടും പറയുക, ദൈവമായ കർത്താവ് ചില വ്യക്തികളെ മാത്രമല്ല ശക്തരാക്കുക. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ആരെയൊക്കെ ശക്തരാക്കും? വചനം പറയുക, എല്ലാവരെയും ദൈവമായ കർത്താവ് ശക്തരാക്കും. ആ വാക്കെന്ന് പറയാമോ? ആരെയൊക്കെയാണ്? സ്വരം ഏത് പറഞ്ഞ് ആരെയൊക്കെയാണ്? എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഈ ലോകത്തിലുള്ള ഏതൊരു മകനെയും ഏതൊരു മകളെയും ഈ ജീവനുള്ള ദൈവം, ഈ ദൈവമായ കർത്താവ് ശക്തനാക്കി മാറ്റും. ഇത് എവിടെ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക? ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകമാണ്. ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 29-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം നമ്മൾ മനസ്സോട് ഒന്ന് ചേർത്ത് വെക്കണമേ. ഈ വചനം മനസ്സിൽ സൂക്ഷിച്ച് വെക്കേണ്ട വചനമാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 12-ാമത്തെ വചനം പറയുന്നു, സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. ഒന്ന് പറഞ്ഞ്, സമ്പത്തും ബഹുമാനവും ആരാ നൽകുന്നത്? ഒന്ന് സ്വരം ഏത് പറഞ്ഞ് ആരാണ് നൽകുക? അങ്ങെന്ന് പറഞ്ഞ ആരാണ്? ദൈവമായ കർത്താവ്. നന്ദിയോടെ കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വചനം വീണ്ടും ആവർത്തിക്കുന്നു, അങ്ങ് സമസ്തവും ഭരിക്കുന്നു, അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. അത് കഴിഞ്ഞ് വചനം പറയുകയാണ്, എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അവിടുന്നാണ്. ഹല്ലേലൂയ. അതായത് ഒരു വ്യക്തിയെ ശക്തിയുള്ള അഭിഷേകമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്, ഉന്നതനായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് ദൈവമായ കർത്താവ്. ഇപ്പോൾ ദൈവമായ കർത്താവ് അനുഗ്രഹദാതാവായതുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ എല്ലാമുണ്ട്. സമ്പത്തുണ്ട്, ബഹുമാനമുണ്ട്, സമസ്തവും ദൈവമായ കർത്താവാണ് ഭരിക്കുന്നത് എന്ന വചനം പറയുക. അധികാരത്തെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് വചനം പറയുക. അധികാരവും ശക്തിയും ദൈവത്തിന് അധീനമായിരിക്കുന്നു എന്നാണ്, ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാ വചനം പറയുക. അത് കഴിഞ്ഞ് വചനം പറയുന്നു, എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും ദൈവമായ കർത്താവ് ഈ ദിവസം കടന്നു വന്ന് ഒന്ന് ശ്രദ്ധിക്കാമോ? നമ്മെ കർത്താവ് ശക്തനാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ദുർബലരാക്കാനല്ല, മറിച്ച് ആരാക്കി മാറ്റാനാണ്? ശക്തനാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ സമയം ദുർബലരാകാം. നിസ്സാര കാര്യം മതി നമ്മുടെ കണ്ണ് നിറഞ്ഞു കൊടുക്കുകയാണ്. നിസ്സാരമായ ഒരു തകർച്ച മതി നമ്മൾ വലിയ നിരാശയിലേക്ക് പോകാൻ. ദുർബലനായ ഒരു മനുഷ്യനെ ശക്തിയായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് ഈ ദൈവമായ കർത്താവാണ്. ഇളംകുളം അവിടെ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും താപോറിൽ ആന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ വേണ്ടി വരുന്ന സമയം, അപ്പോൾ ഇവരെയും ദമ്പതികൾ ഈ ഭാര്യയും ഭർത്താവും ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ വിവാഹം കഴിഞ്ഞ് 4 വർഷമായി ഇവർക്ക് സന്താന ഭാഗ്യമില്ല. വിവാഹം കഴിഞ്ഞ് 4 വർഷമായി സന്താന ഭാഗ്യമില്ലാത്തത് കൊണ്ട് നമുക്കറിയാം
കുടുംബജീവിതത്തിൽ പ്രവേശിച്ച സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൽ ചില നൊമ്പരങ്ങളും ചില വേദനകളും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ദൈവമേ, കുടുംബജീവിതം ആരംഭിച്ച് 4 വർഷമായി സന്താന ഭാഗ്യമില്ല. അതിൻ്റെതായി ഒരു വേദന പേർന്നു. ആ വേദനയുള്ളത് കൊണ്ട് ഒരു മേഖലയിൽ വളരെ വേഗം തന്നെ ദുഃഖങ്ങൾ, വേദനകൾ അവരെ പിടികൂടുന്നു. നിസ്സാരമായ കാര്യം മതി അവർക്ക് അസ്വസ്ഥതകൾ വരുന്നു. അവർ വളരെ വേഗം നിരാശയിലേക്ക് പോകുന്നു. അങ്ങനെ ജീവിതത്തിലെ ഈ ഒരു കുറവിൻ്റെ മേഖലയിൽ ഉള്ളത് കൊണ്ട് ദുർബലനായി കഴിഞ്ഞ ആ ദൈവമക്കൾ പ്രിയമുള്ള ദാമോദരൻ വന്ന് ആന്തരിക സഭയ്ക്ക് ധ്യാനം കൂടുമ്പോൾ ഈ നിയോഗം വയ്ക്കുകയാണ്. ദൈവമേ, അവിടുന്നാണ് എല്ലാവരെയും എല്ലാ മേഖലയിലും ശക്തനാക്കുന്ന ഒരു ദൈവം. അങ്ങനെ 4 വർഷത്തിലധികമായി സന്താന ഭാഗ്യമില്ലാത്ത ഈ ദമ്പതികൾ ദൈവമേ, ഈ ധ്യാനം വഴി പരിശുദ്ധ താപർമാതാവിൻ്റെ മധ്യസ്ഥ വഴി അനുഗ്രഹദാതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ മേഖലയിൽ വെളിപ്പെടണം. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബജീവിതം എന്നായി മാറണം. ശക്തനായ, ശക്തിയുള്ള, അനുഗ്രഹത്തിൻ്റെതായ ഒരു കുടുംബജീവിതമായി മാറണം. ഹല്ലേലൂയ. ഇതിനു വേണ്ടി അവർ ആ ധ്യാന ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കണ്ണുനീരോടെയാണ് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ കണ്ട് അവർ നിയോഗങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ദമ്പതികൾ വന്ന് പറഞ്ഞു, അച്ഛാ, 4 വർഷത്തിലധികമായി വിവാഹം കഴിഞ്ഞു, ഞങ്ങൾക്ക് സന്താന ഭാഗ്യമില്ല, ഞങ്ങൾക്കതിൻ്റെതായ കണ്ണുനീരും ഞങ്ങൾക്കതിൻ്റെതായ ചില പ്രശ്നങ്ങളും നൊമ്പരങ്ങളും ഞങ്ങൾ പേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതം ദുർബലമായ ഒരു കുടുംബജീവിതം പോലെ. ദുർബലമായ ഈ കുടുംബജീവിതത്തിലേക്ക് ദൈവമേ കടന്നു വരണം. ഈ ദുർബലമായ കുടുംബജീവിതം ശക്തിയുള്ള ഒരു കുടുംബജീവിതമായി മാറണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നൽകുന്ന സന്ദേശം, ഭാര്യയും ഭർത്താവും 2 പേരും ഒരുമിച്ച് 30 ദിവസം ഒരു ജപമാല വീതം ചൊല്ലി പരിശുദ്ധ താപർമാതാവിൻ്റെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കണം. ഈ ധ്യാനം കഴിഞ്ഞ് 30 ദിവസം താപർമാതാവിൻ്റെ മാധ്യസ്ഥേടി ഭാര്യയും ഭർത്താവും 2 പേരും കൂടി ഇരുന്ന് ഒരു കൂട്ടായ്മയോടെ, ഒരു ചേർച്ചയോടെ, ഒരു മനസ്സോടുകൂടി ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേടി 30 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കണം. 2 താമ്പോർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിച്ച വെള്ളവും ഈ 2 പേരും 30 ദിവസം അത് ഉപയോഗിക്കണം. ഇത് കഴിയുമ്പോൾ ദൈവാത്മാവ് നൽകുന്ന സന്ദേശതാണ്, ഇപ്രകാരം 2 പേരും ഈ 30 ദിവസം ജപമാലയിൽ പ്രാർത്ഥിച്ചാൽ ഈ പോലെ ധ്യാനം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഒരു ജീവിതമാക്കി മാറ്റിയും ഉദരബലം ദൈവമായ കർത്താവ് നൽകും. ദൈവാത്മാവ് നൽകിയ ഈ സന്ദേശപ്രകാരം ഈ ഭാര്യയും ഭർത്താവും 2 പേരും ഒരുമിച്ച് ജപമാലയെല്ലാം ആരംഭിച്ചു. ഈ വെഞ്ചരിച്ച വെള്ളം ഒരുമിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു, 6 മാസത്തിനുള്ളിൽ ദൈവം ഉദരഫലം നൽകും. ഹല്ലേലൂയ. 6 മാസമാകാൻ 1 മാസം ബാക്കി നിൽക്കുമ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് 5-ാമത്തെ മാസം ഉദരഫലം ആ കുടുംബത്തിന് കർത്താവ് നൽകുകയാണ്. ഒന്ന് കൈയടിച്ച കർത്താവിന് മുഖത്ത് കൊടുക്കാമോ? ഒരു കരഘോഷം കർത്താവിന് കൊടുക്കാമോ? നമ്മുടെ ദൈവം അനുഗ്രഹദാതാവായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുമ്പോഴാണ് നമ്മൾ ആരായി മാറുക? ശക്തനായിട്ട് മാറുക. പിന്നെ നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ ശക്തനായിട്ട് മാറുകയാണ്. ആത്മീയ മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ, നമ്മുടെ തൊഴിൽ മേഖല, പഠന മേഖലയിൽ, നമ്മുടെ ജോലി, സാമ്പത്തിക മേഖലയിൽ, നമ്മുടെ ഓരോ മേഖലയിലും ദൈവമായ കർത്താവ് എല്ലാവരെയും ഒന്ന് പറഞ്ഞ് ആരാക്കി മാറ്റും? ശക്തനാക്കി മാറ്റും. ആ വാക്കൊന്നോർക്ക് പറഞ്ഞ് ആരാക്കി മാറ്റും? ഒന്ന് വലുതുകരം ഉയർത്തി പറഞ്ഞ് ആരാക്കി മാറ്റും? ഇങ്ങനെ ദൈവം അനുഗ്രഹദാതാവായ ദൈവമാണ്, എല്ലാവരെയും ശക്തനാക്കുന്ന ദൈവമാണ്. ഈ അനുഗ്രഹദാതാവായ ദൈവം ഒന്ന് ശ്രദ്ധിക്കണേ, എല്ലാവരെയും ശക്തനാക്കി മാറ്റണമെങ്കിൽ ഞാനും നിങ്ങളും 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി, ദൈവം ഒരു വ്യക്തിയെയും കുടുംബത്തെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ കുടുംബത്തിൽ, ആ വ്യക്തിയുടെ സമർപ്പിത വൈദിക വെളിയിൽ, ആ വ്യക്തി യുവത്വ മേഖലയിൽ, ആ വ്യക്തിയുടെ പഠന മേഖലയിൽ ശക്തനായി മാറ്റുന്നത് അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ ഒന്ന്, ആ വ്യക്തി ദൈവമായ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. ദൈവം നൽകിയ 10 പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ. ഈ ദൈവകൽപ്പനകൾ ആരാണ് അനുസരിക്കുക? ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഈ പ്രമാണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ. ഇതനുസരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വചനം പറയുക, ദൈവം ആ വ്യക്തിയെയും, ദൈവം ആ കുടുംബത്തെയും, ദൈവം ഈ പ്രമാണങ്ങൾ അനുസരിക്കുന്ന സമൂഹത്തെയും എന്നാക്കി മാറ്റും? അതിശക്തനാക്കി മാറ്റും. രണ്ടാമതായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വളർത്തണം.
നമ്മുടെ വിശ്വാസം നമ്മൾ എന്തുമാത്രം വളർത്തിയെടുക്കുന്നു, അത് നമ്മൾ തന്നെ വളർത്തിയെടുക്കുകയും നമ്മളതിനു വേണ്ടി ദൈവത്തോട് സഹായം ചോദിക്കുക. അപ്പസ്തോലന്മാർ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ നിങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഇതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ വിശ്വാസമുള്ള വ്യക്തിയാണ്, ഞാൻ വിശ്വാസി, പക്ഷേ എൻ്റെ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്ന വ്യക്തിയെ കർത്താവ് ശക്തനാക്കി മാറ്റും.